വെറും നാല് ചേരുവകൾ ചേർത്താണ് ഈ കാണുന്ന ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല, എനിക്കറിയാം, ഞാനും വിശ്വസിച്ചിരുന്നില്ല കേട്ടാ. ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്ന എറണാകുളത്തെ മാതാ ഹോട്ടലിലെ ബീഫ് റോസ്റ്റ് ആണ് ഇത്. സ്വന്തമായിട്ട് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം ഞാനൊന്ന് ഉണ്ടാക്കി നോക്കി. ആദ്യം തന്നെ കുക്കറിലേക്ക് അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു കുട്ട കമഴ്ത്തിയ മാതിരി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് വഴറ്റിയെടുക്കണം. ഈ വഴറ്റുന്നതിന്റെ ഇടയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, പെട്ടെന്ന് അങ്ങോട്ട് വഴന്ന് കിട്ടുമല്ലോ. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചുവന്ന മുളക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഞാനിവിടെ നമ്മുടെ കാശ്മീരി മുളകും സാധാ മുളകും കൂടി മിക്സ് ചെയ്ത് ചതച്ചെടുത്തതാണ്. എന്നിട്ട് നല്ലപോലെ തന്നെ ഇങ്ങോട്ട് വഴറ്റി ബീഫ് ഇട്ട് കൊടുക്കാം. കറക്റ്റ് ബീഫ് ഇടുന്ന സമയത്ത് എൻ്റെ ക്യാമറ ഓഫായി പോയി കുട്ടികളെ. എന്തായാലും ബീഫൊക്കെ ഇട്ട് നല്ലപോലെ തന്നെ അങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കാതെ വേവിച്ചെടുക്കാം. വെന്ത് കഴിയുമ്പോൾ വേറൊരു പാനിലേക്ക് തട്ടി കൊടുത്തിട്ട് വെള്ളം വറ്റിച്ചെടുക്കാം. എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി മാത്രം ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ഹോട്ടലിൽ തലേ ദിവസത്തെ ഈ ഒരു ബീഫ് റോസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ച് ആൾക്കാർ വരുമെന്നാണ് പറയണത്. തലേ ദിവസം വെച്ച ബീഫ് റോസ്റ്റിന് ടേസ്റ്റ് കൂടും അത്രേ. എന്തായാലും നല്ല ടേസ്റ്റുള്ള സംഭവമാണ് കേട്ടോ.